നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേടനെ കുറിച്ച് കുറേ ദിവസമായിട്ട് ഇപ്പോൾ ചാനലുകളിലൊന്നും അധികം കേൾക്കുന്നില്ല. അതിൻ്റെ ഒരു ട്രെൻഡ് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിയില്ല, അതൊരിക്കലും കഴിയില്ല. കാരണം വേടൻ ഒരു തീയാണെന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം തൃപ്രയാറ് തളിക്കുളത്ത് നമ്മുടെ സ്നേഹതീരത്ത് വെച്ചിട്ട് നമ്മുടെ വേടനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് TN പ്രതാപനാണ് അതിൻ്റെ അമരക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, തൃപ്രയാറ് തളിക്കുളം ആ ഭാഗത്തൊക്കെ പണ്ട് TN പ്രതാപൻ ഇലക്ഷന് ജയിച്ച സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുങ്ങല്ലൂർ മൂന്തപുരം പഞ്ചായത്തിൽ നിന്നപ്പോഴും പുള്ളി കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ പിന്നെ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഔട്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ കിട്ടിയതിന് ശേഷം പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തൃശ്ശൂർ ഒന്നും ആൾ ചെയ്തിട്ടുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആളവിടെ ജയിക്കാതെ പോയത്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ പുള്ളി ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം സ്നേഹതീരത്ത് നടന്ന പരിപാടിയിൽ വേടനെ ആദരിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് വേടൻ അവിടെ പ്രസംഗിച്ച ഒരു കാര്യം അത് നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. അത് കേട്ടിട്ട് ബാക്കി ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി അവിടെ വന്നിട്ട് എന്താ പറയുക, അവിടെ ആ വേദിയിൽ നിന്ന് കണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു പ്രസംഗം ഞാനിതിന് മുൻപ് കണ്ടിട്ടുള്ളത് നമ്മുടെ കലാഭവൻ സമയത്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാഭവൻ മണി ഇങ്ങനെയാണ് ഓരോരുത്തരെയും കയ്യിലെടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേടൻ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നീ വേദിയിലെ പക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഒരു ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്. മോനെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായോ എന്ന് പറഞ്ഞിട്ട് പ്രതാപേട്ടൻ എന്നെ വിളിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടാകുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഓക്കെ പ്രതാപേട്ടൻ, അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം, അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ എല്ലാവരുടെയും പറഞ്ഞ് നമ്മൾ രണ്ടാമത് മാറ്റി വെച്ചു. കാരണം ഭയങ്കര മഴയായിരുന്നു. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്. ഇന്ന് മഴയില്ല, ചെറിയ പോക്കുവെയിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1,00,000 രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ചെയ്തോളൂ പ്രതാപേട്ടൻ. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് ഒരെണ്ണം പൊളിക്കാനുണ്ട് ഇവിടെ. ഞാൻ പൊളിച്ചോട്ടെ? അപ്പൊ ഇത്ര വലിയ വേദിയിലേ ഇന്ന് പ്രിയദർശിനി ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശനത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപേട്ടന്റെ പിറന്നാൾ കൂടിയാണ്. പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കാലത്ത് തന്നെ എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു. ഭയങ്കര ദ്രോഹമായി പോയത്. ഇല്ല, അധികം വയസ്സായില്ല, 10-25 വയസ്സായിട്ടുള്ള പറയണപ്പോ. എല്ലാവർക്കും അറിയാം പ്രതാപേട്ടൻ. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രതാപേട്ടൻ എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപേട്ടൻ കണ്ടത്. പ്രതാപേട്ടൻ ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷമുള്ളതാകുന്ന ഒരു വേദിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിന് വന്നതിലും നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്തൊക്കെയാണ് തൊട്ടുണ്ട് പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ, പ്രധാനപ്പെട്ട തന്നെ വാക്ക് തന്നിരിക്കുന്നു, അടുത്ത മാസത്തിൽ ഇതൊരു 10,000 പുസ്തക മാത്രം ശേഖരമുള്ള ഒരു വലിയ പുസ്തകശാലയും മാറുന്നു. എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. ഇതാണ് വേടൻ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ അടിപൊളി. എന്ന് വെച്ചാൽ അതേപോലെ ഒരു കലാകാരനാണ് അയാൾ. അല്ലാണ്ട് അയാൾ ഈ ജാതി ഇതാക്കാനോ മറ്റുള്ള, അയാൾ എന്ത് ജാതി ആയിക്കോട്ടെ, നമ്മളാരും ജാതി പറയുന്നില്ല. പക്ഷെ പുള്ളിയുടെ പാട്ടിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുകയാണെങ്കിൽ അതുപോലുള്ള പാട്ടുകൾ എത്രയോ പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും കേൾക്കണം. വെറുതെ ഒരു പാട്ട് കേട്ടുകൊണ്ട് മാത്രം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എത്രയും പെട്ടെന്ന് വൈറലായി കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ട്. അത് മാത്രമേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ.
പിന്നെ അമ്പലങ്ങളിൽ ഇയാളെ കൊണ്ട് പാടിക്കൂല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങളിട്ട് കണ്ടിട്ട് ചൊറിയാൻ വരുന്നുണ്ട്. അത് ഏത് ഇതിലാണ് പറഞ്ഞതെന്ന് ഇതുവരെ ആർക്കും പിടിയിട്ടില്ല. പക്ഷെ വേടനത് തമാശയായിട്ട് തള്ളുന്ന ഒരു രംഗമാണ്. ഒന്ന് കണ്ടു കോമഡി അല്ലേ? അമ്പലങ്ങളിൽ പാടിക്കരുത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്പലങ്ങളിൽ എനിക്ക് എന്തായാലും അമ്പലങ്ങളിൽ ഷോ കിട്ടും, ഞാൻ എന്തായാലും പോയി പാടുകയും ചെയ്യും. അമ്പലങ്ങളിൽ ഷോ കിട്ടില്ല എന്നൊക്കെ വെറുതെ ഈ ചാനലുകൾ ഇട്ട് കണ്ട് ഇങ്ങനെ കാണിക്കണാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഈ എന്താ പറയുക, മതങ്ങളെയും അത് ഇതൊക്കെ തെറ്റിക്കുന്നത് ഇവർ തന്നെയാണ്. ഇവരോരോ ചോദ്യങ്ങൾ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാക്കി അവരുടെ റേറ്റിംഗ് കൂട്ടാന്നുള്ളതാണ്. ഇത് ചോറ് തിന്നണമെന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എന്താണ് ഇതിനകത്ത് നടക്കണമെന്നുള്ളത്. അല്ലാണ്ട് വെറുതെ വേടനെ എല്ലാവരും കൂടിയിട്ട് കണ്ടിട്ട് ഇതാക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊരു കലാകാരനാണ്. അയാൾ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളാണ്, പിന്നെ നല്ല രീതിയിൽ പാട്ട് എഴുതുന്ന ആളാണ്. അയാളുടെ ഒരു രീതി അതാണ്, ഏത് റാപ്പ്. അയാൾ ആ വഴിക്കാണ്ട് പോട്ടെ. ഇതിനകത്ത് ആർക്കാണ് ഇത്ര പ്രതിഷേധം? മറ്റേ വേറൊരു ഗായകൻ വന്ന് ഡെപ്സി, അയാളത്രയ്ക്ക് ഒന്നല്ലോ. ഇങ്ങനെ കയ്യിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്നും പറഞ്ഞിട്ടൊരു കേസിൽ അയാൾ ഉൾപ്പെടുത്തി. 6 ഗ്രാം കഞ്ചാവ് 10 ആളെ കയ്യിൽ നിന്നാണ് പിടിച്ചത്. അപ്പോൾ ഇതൊക്കെ പിന്നെ അവർ ചെയ്തിട്ട് വൈറലാവാനും വേണ്ടിയിട്ട് ആവാം. അതൊക്കെ എന്താവട്ടെ. എന്തായാലും വേടൻ ഒരു തീയായിട്ട് തന്നെ ഈ കത്തി നിൽക്കും എപ്പോഴും. അപ്പം ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മേലാരും പൊങ്കാലിടാൻ വരണ്ട. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പറയാം. അപ്പോൾ പാട്ട് പാടുന്നവർ പാടട്ടെ, അവർ വൈറലാവട്ടെ. ഇപ്പം എപ്പോഴും ഒരു ഗായകൻ തന്നെ അവസാനം വരെ ഇപ്പോൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള അവസരം പോകില്ലേ? അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ, അപ്പോഴല്ലേ നാട്ടിലൊരു തരംഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.